ഉച്ച കഴിഞ്ഞ് ഒന്ന് തെളിഞ്ഞ് നിൽക്കുവാണേ. അപ്പോൾ നമ്മുടെ ട്രീ ഹൗസിലുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ പ്രൂൺ ചെയ്യാമെന്ന് ഓർത്ത് കയറിയിട്ടോ. നമ്മുടെ കുറച്ച് നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ബൊഗെയിൻ വില്ലാസ് ഞാൻ ഈ ട്രീ ഹൗസിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ മഴക്കാലം വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ ബൊഗെയിൻ വില്ലാസൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഒട്ടുമിക്കവരും ചെയ്യുന്നത് മഴക്കാലത്ത് ഈ ബൊഗെയിൻ വില്ലാസ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൂടിയ വെറൈറ്റീസ് ആയിട്ടുള്ള ഹാങ്ങിങ് ബൊഗെയിൻ വില്ല, ഫൈറോപ്പാല്, റെഡ് കളറിലെ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഞാനെടുത്ത് ട്രീ ഹൗസിൻ്റെ മുകളിൽ വെച്ചു. അത്യാവശ്യം വെയിൽ കിട്ടും, എന്നാൽ മഴയൊട്ട് കിട്ടത്തുമില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് കയറിയത്. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാവും കേട്ടോ ഈ ഒരു പോസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ചെടിപ്രാന്തുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ കട്ടിങ്സ് എല്ലാം നടത്തില്ല. അപ്പോൾ ഇത് ചെടി ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും അയച്ചു കൊടുക്കാമെന്ന് ഓർത്തു ഈ കട്ടിങ്ങൊക്കെ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സീസൺ വരുമ്പോൾ നമ്മുടെ ബൊഗെയിൻ വില്ലാസിനൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മൾ എറണാകുളം ഭാഗത്തൊക്കെ നഴ്സറികളിൽ ചെന്ന് ചോദിക്കുവാണെങ്കിൽ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഹാങ്ങിങ് ബൊഗെയിൻ വില്ല 600-ലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല റേറ്റാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഞാറ്റുവേല സമയത്ത് എന്ത് ചെടി വെച്ച് കൊടുത്താലും പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സൊക്കെ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊറിയർ ചാർജ് അല്ലെങ്കിൽ പോസ്റ്റൽ ചാർജ് അയച്ചു തരുന്നവർക്ക് ഞാൻ ഈ കട്ടിങ്ങൊക്കെ അയച്ചു തരാം കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവർക്കും അയച്ചു തരാനുള്ള പോസ്റ്റൽ ചാർജ് താങ്ങാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ പോസ്റ്റൽ ചാർജ് അയച്ചു തരുന്നവർക്ക് ഞാനിത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ.